ഇല്ല, അത് അവിടുന്ന് റൺവേ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്താണ് ടയർ പൊട്ടി ഭയങ്കര സൗണ്ട് വന്നത് നമുക്ക്. അതിലാണ് നമ്മൾ പെട്ടെന്ന് എന്നാന്ന് ആർക്കും മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ അറിയുന്നത് ഇവിടെ ലാൻഡിങ് സമയത്താണ്. കോച്ചിയിലെ കോഴിക്കോട് ലാൻഡിങ് ചെയ്യാൻ പറ്റില്ല, അത് കോഴിക്കോടേക്ക് മാറ്റി എന്നുള്ളത്, കൊച്ചിയിലേക്ക് ആക്കി എന്നുള്ളത് അന്നല്ല അറിയുന്നത്. ഭയങ്കര സൗണ്ടായിരുന്നു, ഭയങ്കര സൗണ്ടാണ്. 3 ടയർ പൊട്ടില്ല. അതിപ്പോൾ പൈലറ്റിൻ്റെ കൈ തന്നെയാണ് ഇതേ സേഫ് ലാൻഡ് ചെയ്തത്. അത് സമ്മതിച്ചേ പറ്റും. നമ്മൾ ലാൻഡിങ് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ അത് അവിടുന്ന് എടുക്കുമ്പം തന്നെ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു. എടുക്കുമ്പം തന്നെ ടയറിന് വലിയ സൗണ്ടും ഭയങ്കര വൈബ്രേഷനും ഒക്കെ ആയിട്ട്, അപ്പം പിന്നെ ഞങ്ങളെല്ലാവരും പേടിച്ചിട്ടുണ്ടായിരുന്നു സമയത്ത്. അപ്പോൾ അവർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, അത് ഹമ്പെന്തോ ചാടിയതാണ്, അതാണ് സൗണ്ട് കേട്ടപ്പം തന്നെ. ടയറിൻ്റെ മുകളിലിരുന്ന് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടേക്ക് ഓഫിന് മുന്നേ, റൺവേന്ന് അവിടുന്ന് എടുക്കുന്നതിന് മുന്നേ. അപ്പം പിന്നെ ഇവിടെ ഇറങ്ങാൻ ഒരു 40 മിനിറ്റ് മുമ്പ് അവർ പറഞ്ഞ് അവർ ഡൈവേർഷൻ എടുക്കുകയാണ് കൊച്ചിയിലേക്ക് തന്നെ. എന്താ റീസൺ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ടെക്നിക്കൽ ഇഷ്യൂ, നമ്മൾ ആ സൗണ്ട് കേട്ടില്ല, അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കോഴിക്കോട് അതിനുള്ള ഫെസിലിറ്റി ഇല്ല. ലാൻഡിങ് അവർ പിന്നെ ഭയങ്കര ഇതായിരുന്നു. റെസ്ക്യൂ ടീം, ഫയർ ടീം എല്ലാവരും അവിടെ അവൈലബിൾ ആയിരുന്നു. അവർ 1 മണിക്കൂർ മുമ്പേ നോട്ടിഫിക്കേഷൻ കൊടുത്തതെന്ന് പറഞ്ഞു. ഭയങ്കര ശബ്ദത്തോടു കൂടി ഞാൻ ഒരു പിന്നെ സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് വിറച്ചു, പേടിച്ചു. അപ്പോൾ ഒരു പറഞ്ഞ് അത് ടയർ എന്തോ വെൻ്റായതാണ്. ഇന്നലെ രാത്രി അവിടെ നിന്നാണ് ഇത് പൊന്നുന്നത്. അവിടുന്ന് പൊന്നുമ്പോൾ തന്നെ നല്ല ശബ്ദം ഉണ്ടായിരുന്നു. ടയർ അവിടെ നിന്ന് തന്നെ പൊട്ടിക്കണ സംഭവം. പക്ഷെ അവിടുന്ന് അത് പിന്നെ അവർ പൊക്കി കൊണ്ടുവരിക ചെയ്ത്, ഫ്ലൈറ്റ് അവിടെ നിന്ന് പൊന്തിച്ച് പോരുക ചെയ്ത്. പിന്നെയാണ് ഇവിടെ കൊണ്ടുവന്ന് ഇറങ്ങുന്നത്. ഇവിടെ വന്നിട്ട് ഒരു അറേഞ്ച്മെൻറ്റിൽ ഫുഡ് തരെ കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് കാലിക്കറ്റിക്കാണ് ടിക്കറ്റ് എടുത്ത് നമ്മൾ പോരുന്നത്. കാലിക്കറ്റ് ടിക്കറ്റ് ഇവിടെ കൊച്ചിക്കാണെങ്കിൽ ചെറിയ പൈസ മതിയാക്കി ടിക്കറ്റിന്. അവിടെ 1000-1200 രൂപ കൊടുത്താണ് കാലിക്കറ്റിക്ക് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതുവരെ ഈ നേരം വരെ ഫുഡും കിട്ടിയിട്ടില്ല. ഒരുപാട് ആൾക്കാർ ഭക്ഷണമില്ലാതെ പ്രായമുള്ള ആൾക്കാരും കുട്ടികളൊക്കെ അതിലുണ്ടായിട്ട് ഈ നേരം വരെ ഫുഡും കാര്യമൊന്നും കിട്ടിയിട്ടുമില്ല. അങ്ങനെയുള്ളൊരു അനുഭവമാണ് ഇപ്പോൾ വരുന്നത് കിട്ടുന്ന സംഭവം. ലാൻഡിങ് ടൈമിൽ ഭയങ്കര പ്രശ്നം തന്നെ ആയിരുന്നു. അത് ഭയങ്കര ഒരു 2 വീലില്ലാതിൽ ഇറങ്ങണത്. ആ ഡിസ്കയിലാണ് വണ്ടി ഇറങ്ങുന്നത്. ടയറില്ല, ടയർ അവിടെ നിന്ന് തന്നെ പൊട്ടിയിട്ട് അത് പൊന്തിയത്. പൊന്തുമ്പോൾ തന്നെ അവിടെ നിന്ന് റൺവേ തന്നെ ജിദ്ദ തന്നെ ടയർ പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ അവർ പൊക്കി പോരുകയോ ചെയ്ത്. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി കാലിക്കറ്റിക്ക് ഇറക്കേണ്ടത് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടാണ് ഇവിടെ ഇറക്കും. ഭയങ്കര സൗണ്ടും കാര്യങ്ങളും ഭയങ്കര വൈബ്രേഷനൊക്കെ ആയിരുന്നു. ഫ്ലൈറ്റ് ഇറങ്ങിയത് തന്നെ ഒരു ഭയങ്കര വിഷയമാണത്. യാത്രക്കാരെല്ലാവരും ഭയപ്പെട്ട് തന്നെ ഇറങ്ങിയത്. കാരണം അവർ ആദ്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, വണ്ടിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ലാൻഡിങ് ഇവിടെ കൊച്ചിയിലാണെന്ന് അവർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ ഇറങ്ങിയത്. എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ചുകൊണ്ട് തന്നെ ഇരുന്നതിൽ. ടേക്ക് ഓഫിന്റെ സമയത്ത് നല്ല ശബ്ദം ഉണ്ടായിരുന്നു. പിന്നെ ഇവർ ഒരു സൗകര്യം ചെയ്തു തരാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു. അതായത് ടേക്ക് ഓഫിന്റെ സമയത്ത് തന്നെ നമ്മൾ ജസ്റ്റ് മൂവ് ചെയ്യുമ്പോൾ തന്നെ ഈ ടയർ പൊട്ടുന്ന സൗണ്ട് കേട്ടായിരുന്നു. അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു റിഫ്ലക്റ്റിന് തട്ടിയിട്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായതെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഇവിടെ റൺവേയിലേക്ക് എത്താറാകുമ്പോൾ പറഞ്ഞു അരമണിക്കൂർ മുമ്പാണ് അവർ പറയുന്നത് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ആ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞത്. അത് ഇവിടെ എത്തുമ്പോഴാണ് ഇവർ പിന്നെ പറയുന്നത് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന്. ഇത് സംഭവം നമുക്ക് ആദ്യം അറിഞ്ഞിരുന്നു. എല്ലാവരും അത്യാവശ്യമുള്ള പാസഞ്ചേഴ്സ് എല്ലാം അവരോട് സംസാരിച്ചിരുന്നു ഈ കാര്യം. ഒരുപാട് ഭയപ്പെട്ടു, കുറേ പ്രാർത്ഥിച്ചു, കുറേ പ്രായ ആൾക്കാരൊക്കെ കുറച്ച് ചെറിയ നല്ലൊരു ഭയപ്പാടുണ്ടായിരുന്നു. അല്ല, ലാൻഡിങ് കറക്റ്റ് നല്ല ലാൻഡിങ് ആയിരുന്നു. പക്ഷേ ഇത് റൺവേയിൽ ടേക്ക് ഓഫിൻ്റെ സമയത്ത് നല്ല ഒച്ചപ്പാടുണ്ടായിരുന്നു. ടയർ പൊട്ടിയത് ഇവർക്ക് അറിയാം. ഇവർ സൗദിയിലല്ല ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പേ ടയർ പൊട്ടി. ഇവർ സൗദിയിലെന്നെ ഇവർക്ക് ഇറക്കാമായിരുന്നു. അത് എയർ ഇന്ത്യ അവരെ ആ ഒരു അവിടെ വെച്ച് കഴിഞ്ഞാലുള്ള അവരെ ഇഷ്യൂസ് ഉണ്ടല്ലോ, അതാണ് അവരവിടെ ഇത് ചെയ്തത്. എത്ര നേരമായിട്ട്
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.